ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ച വിജിലൻസ് ഡയറക്ടറാണ് ഉത്തരവ് പുറത്തിറക്കുന്നത്. അജിത് കുമാറിനെതിരെ ഇന്നലെയാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. ആർ അനന്തകൃഷ്ണനാണ് ആദ്യം തന്നെ വിവരങ്ങളുമായിട്ട് ചേരുന്നത്. അനന്തൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ രാവിലെ നമ്മൾ ചർച്ച ചെയ്തത് ഈ വിജിലൻസ് അന്വേഷണം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല, അതിന് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി, രാത്രിയോടുകൂടി എന്തായാലും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണമൊക്കെ വരുന്നു. അപ്പോൾ അന്വേഷണ സംഘത്തിൽ ആരായിരിക്കും നേതൃത്വം നൽകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക? പൂജ, ഗുഡ് മോർണിംഗ്. ADGP MR അജിത് കുമാറിനെതിരെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. DGPയുടെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം തുടരുകയാണ്. ആ അന്വേഷണം തുടങ്ങിയ പ്രാരംഭഘട്ടത്തിൽ തന്നെ DGP ഈ ആരോപണങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നത് ഉചിതമാണ് എന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ 1.5 ആഴ്ചയായിട്ടും ഒരു തീരുമാനവും ഉണ്ടായില്ല. ഇന്നലെ രാവിലെയോടെ നമ്മളടക്കം വിജിലൻസ് അന്വേഷണം വൈകുന്നത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിരുന്നു. വിജിലൻസ് മുഖ്യമന്ത്രിയുടെ ഒരു അറിയിപ്പില്ലാതെ അല്ലെങ്കിൽ തീരുമാനം വരാതെ ഇക്കാര്യത്തിൽ അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടിലാണ് എന്നുള്ള വാർത്തകൾ നൽകിയിരുന്നു. തുടർന്ന് വൈകുന്നേരത്തോടെയാണ് സർക്കാർ ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ 5 കാര്യങ്ങളാണ് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. ആ 5 കാര്യങ്ങളും PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം മലപ്പുറം SP യുടെ ക്യാമ്പ് ഓഫീസിന്റെ വളപ്പിൽ നിന്ന് മരം മുറിച്ച സംഭവമാണ്. അതിനൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ ഉടമയുടെ കേസ് ഒത്തുതീർക്കാൻ MR അജിത് കുമാർ പണം വാങ്ങി എന്നുള്ള ആരോപണം, ആ ആരോപണവും വിജിലൻസിന്റെ ഈ അന്വേഷണ പരിധിയിലേക്ക് വരണം എന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, മലപ്പുറം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം, ആ സ്വർണത്തിൽ കൃത്രിമം കാണിച്ചു. അത് ADGP MR അജിത് കുമാറും അന്നത്തെ മലപ്പുറം SP സുജിത് ദാസുമാണ്. ഈ സംഭവത്തിലുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കണം എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിലുണ്ട്. അതിനൊപ്പം കവടിയാറിൽ ഭൂമി സ്വന്തമാക്കുകയും കൊട്ടാര സദൃശമായ വീട് പണിയുന്നു MR അജിത് കുമാർ എന്നുള്ള ആരോപണവും ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ മലപ്പുറം കേന്ദ്രീകരിച്ച് അന്നത്തെ SP സുജിത് ദാസും ADGP MR അജിത് കുമാറും സുജിത് ദാസിന്റെ ഡാൻസ് ഓഫ് ടീമും നടത്തിയിരിക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആരോപണം, ആ ആരോപണവും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. അപ്പോൾ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനം, ഇത് മുഴുവൻ, ആ ആരോപണങ്ങൾ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഉത്തരവിറങ്ങിയത്. ആ ഉത്തരവ് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. വിജിലൻസ് ഡയറക്ടറോട് ഈ ഉത്തരവിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്, ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി, വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കണം എന്നുള്ളത്. അതിൽ വിജിലൻസ് ഡയറക്ടറാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കുക. ഇന്ന് അത് സംബന്ധിച്ചുള്ള ഉത്തരവുണ്ടാകും. ആ പ്രത്യേക സംഘം ആരൊക്കെയാണ്, അതിന് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ MR അജിത് കുമാറിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്ന് ഈ ദിവസങ്ങൾ ഒക്കെ കഴിയുമ്പോഴും DGP തലത്തിലുള്ള സമിതിയുടെ ഒരു അന്വേഷണം മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ ഔദ്യോഗികമായി വിജിലൻസിന്റെ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയ വിവാദം ബാക്കിയാകുന്നു. രാഷ്ട്രീയമായ ഒരു ചോദ്യം മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുകയും ചെയ്യും. ഇത്രയേറെ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഭരണപക്ഷ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ തന്നെ നിലനിർത്തുന്നത് എന്ത് എന്നുള്ള ചോദ്യം CPI അടക്കമുള്ള ഇടതുമുന്നണിയിലെ കക്ഷികൾ ഉയർത്തിക്കഴിഞ്ഞു. ഇന്നലെയും ജനയുഗത്തിലൂടെ CPI അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ലേഖനം എഴുതുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം കൂടി നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതും മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയിൽ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമായി ഉയർന്നു വരും. അതിന് മുഖ്യമന്ത്രി വിശദീകരണം നൽകേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഈ ഘട്ടത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ള കാര്യം ഇനി അറിയാനുണ്ട്. അതിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനം എടുക്കും എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും അതൊരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷമടക്കം ഇന്നു മുതൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. പൂജ.